അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചെറുപയർ വെച്ചിട്ടുള്ളൊരു നല്ല ഒരു വിഭവമാണ്. ചെറുപയർ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിറ്റിലൊക്കെ ചെറുപയർ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും കറി വെച്ചിട്ട് ഒക്കെ ഇന്ന് ഈ കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ മടുപ്പൊക്കെ വരും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി കൊടുത്താൽ ഏത് ചെറുപയർ കഴിക്കാത്ത കുട്ടികളും ഇത് ഇങ്ങനെ കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്, ഹെൽത്തിയുമാണ്. ഇത് പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് ഇതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമുക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടൊരു പലഹാരമാണ്. അപ്പോൾ ഈ പലഹാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ, ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് ആദ്യം കുതിർത്താം. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ട് നമുക്ക് അവനവൻ്റെ ആവശ്യത്തിനുള്ള ചെറുപയർ എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊരു 15 വടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 15 വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് എടുക്കുക. കൂടുതൽ വേണ്ടവർക്ക് ഇനി കൂടുതലാക്കുക. ഇങ്ങനെ അവനവൻ്റെ ഇഷ്ടത്തിന് അവനവനക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചൊക്കെ പയറെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5 മണിക്കൂറെങ്കിലും നമ്മളിത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കുക. ഇത് കുതിർന്നതിന് ശേഷമാണ് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെറുപയർ കിട്ടണതല്ല കിറ്റിലൊക്കെ. അപ്പോൾ ഞാൻ ചെറുപയർ നല്ല കുതിർന്ന് ഇട്ടുണ്ട്. ഞാൻ കഴുകി എടുക്കട്ടെ. ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കുക. വെച്ചാൽ നല്ല പേസ്റ്റാക്കി അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ സവാളയും പച്ചമുളകും കറിവേപ്പില ഇഞ്ചി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് 1/2 സ്പൂൺ മുളക് പൊടി മാത്രം മതി. കൂടുതൽ മുളക് പൊടിയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇത്രയും അരിഞ്ഞാൽ മതി. അധികം പേസ്റ്റാക്കിയിട്ടൊന്നും അരക്കണ്ട, ഇതുപോലെ മതി. ഞാൻ മുഴുവനായിട്ട് അരച്ചെടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. കൈക്കൊണ്ട് തന്നെ മിക്സ് ചെയ്യാനാണ് നമുക്ക് നല്ല ഒന്ന് മിക്സായി കിട്ടുക. അപ്പോൾ ഞാൻ ഇത് നല്ല ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കണം. അതിന് പാകത്തിനാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നല്ലൊന്ന് ചൂടായതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ച് നല്ലൊന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടാക്കുക ആദ്യം. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ പുറമേ ക്രിസ്പി ആയിട്ട് ഉള്ളു വേവാതെ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഓയിൽ 4 എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിതിങ്ങനെ എല്ലാം എണ്ണയിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കോരി ഞാൻ മാറ്റുന്നുണ്ട്. ഇതുപോലെ ഞാൻ മുഴുവനും ആയിട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ്. ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ എണ്ണ ചൂട് കുറയുന്നതനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടിട്ട് കരിയാതെ തന്നെ ഉള്ളു വേവിച്ചിട്ടൊക്കെ അങ്ങനെ നല്ലൊന്ന് വേവിച്ചെടുക്കാം.
അങ്ങനെ ഞാൻ ഇത് മുഴുവൻ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ചെറുപയർ കൊണ്ടുള്ള വിഭവം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും, അവർ പിന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിന്നെ വിഭവമായതുകൊണ്ട് എല്ലാ കുട്ടികളും കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.